ICC പുരുഷന്മാരുടെ T20 ലോകകപ്പ് 2026 ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2026 ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത്. ഫെബ്രുവരി 25 ആയപ്പോഴേക്കും ടൂർണമെന്റ് നിർണായകമായ സൂപ്പർ 8 ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ശക്തരായ ടീമുകളായ ഇംഗ്ലണ്ടും പാകിസ്ഥാനും സെമിഫൈനൽ സ്ഥാനങ്ങൾക്കായി കടുത്ത പോരാട്ടത്തിലാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങൾ വിജയിച്ചാണ് ഇരു ടീമുകളും സൂപ്പർ 8-ലേക്കെത്തിയത്. ഇത് രണ്ടാം റൗണ്ട് റോബിൻ ഘട്ടത്തിൽ തീപാറുന്ന പോരാട്ടങ്ങൾക്ക് കളമൊരുക്കിയിട്ടുണ്ട്. മാർച്ച് 8-ന് അഹമ്മദാബാദിലോ കൊളംബോയിലോ നടക്കുന്ന ഫൈനലിലേക്ക് എത്തണമെങ്കിൽ സൂപ്പർ 8 ഘട്ടത്തിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കണം. അതുകൊണ്ടുതന്നെ ഈ ഘട്ടത്തിലെ ഓരോ മത്സരവും നിർണായകമാണ്. ഈ ആഗോള T20 പോരാട്ടത്തിൽ ആകെ 20 ടീമുകളാണ് കിരീടം ലക്ഷ്യമിട്ട് അണിനിരക്കുന്നത്. ഈ ഫോർമാറ്റിലുള്ള തങ്ങളുടെ ചരിത്രപരമായ മികവ് കാരണം ഇംഗ്ലണ്ടും പാകിസ്ഥാനും കിരീടം നേടാൻ സാധ്യതയുള്ള പ്രധാന ടീമുകളായി കണക്കാക്കപ്പെടുന്നു. 10ാം എഡിഷനായ 2026-ലെ ICC പുരുഷ T20 ലോകകപ്പ് ടീമുകളുടെ കഴിവും കരുത്തുമൊക്കെ ശരിക്കും പരീക്ഷിക്കുന്ന ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് നടക്കുന്നത്. മത്സരം തുടങ്ങിയത് 20 ടീമുകളുമായിട്ടായിരുന്നു. ആദ്യം ഈ 20 ടീമുകളെ 5 ടീമുകൾ വീതമുള്ള 4 ഗ്രൂപ്പുകളായാണ് തിരിച്ചത്. ഈ ആദ്യ റൗണ്ടിൽ ഓരോ ഗ്രൂപ്പിലെയും ടീമുകൾ തങ്ങളിൽ പരസ്പരം ഓരോ തവണ വീതം മത്സരിച്ചു. ഈ 4 ഗ്രൂപ്പുകളിൽ നിന്ന് മുന്നിലെത്തിയ 2 ടീമുകൾ വീതം സൂപ്പർ 8-ലേക്ക് കടന്നു. സൂപ്പർ 8-ലെത്തിയപ്പോൾ യോഗ്യത നേടിയ ഈ 8 ടീമുകളെ വീണ്ടും 4 ടീമുകൾ വീതമുള്ള 2 പുതിയ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഇവിടെയും ഓരോ ഗ്രൂപ്പിലെയും ടീമുകൾ പരസ്പരം ഒരു തവണ വീതം കളിച്ചു. ഓരോ സൂപ്പർ 8 ഗ്രൂപ്പിൽ നിന്നും മുന്നിലെത്തിയ 2 ടീമുകൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നോക്കൌട്ട് സെമി ഫൈനലുകളിലേക്ക് തങ്ങളുടെ സ്ഥാനം ഉറപ്പാക്കി. കാരണം ഈ ചിട്ടയായ ഫോർമാറ്റ് ഉറപ്പാക്കുന്നത് സ്ഥിരതയാർന്ന പ്രകടനവും കരുത്തുമുള്ള ടീമുകൾക്ക് മാത്രമേ കപ്പ് നേടുന്നതിനായി ഫൈനലിലേക്ക് എത്താനാവൂ എന്നതാണ്. ICC പുരുഷന്മാരുടെ T20 ലോകകപ്പ് 2026-ൽ ഇംഗ്ലണ്ടിന്റെ തുടക്കം ഗ്രൂപ്പ് സിയിലായിരുന്നു. വെസ്റ്റ് ഇൻഡീസ്, സ്കോട്ട്ലൻഡ്, നേപ്പാൾ, ഇറ്റലി തുടങ്ങിയ കടുപ്പമേറിയ എതിരാളികളെയാണ് അവർക്ക് അവിടെ നേരിടേണ്ടി വന്നത്. ഗ്രൂപ്പ് ഘട്ടം വിജയകരമായി കടന്നതോടെ അവർ സൂപ്പർ 8-ൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു. ടൂർണമെന്റിലെ ഒരു പ്രധാന ശക്തി തങ്ങൾ തന്നെയാണെന്ന് ഇതിലൂടെ ഇംഗ്ലണ്ട് അടിവരയിടുകയും ചെയ്തു. 2 തവണ T20 ലോകകപ്പ് കിരീടം നേടിയ ഇംഗ്ലണ്ട് ഇത്തവണ ഒരു കിരീടം കൂടി തങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കാനാണ് നോക്കുന്നത്. ഇതുവരെയുള്ള അവരുടെ ഈ മുന്നേറ്റത്തിൽ പ്രധാന കളിക്കാർക്ക് നിർണായക പങ്കുണ്ട്. ഹാരി ബ്രൂക്കാണ് ഇക്കൂട്ടത്തിൽ എടുത്തുപറയേണ്ട ഒരു താരം. ആക്രമണോത്സുക ബാറ്റിംഗ് ശൈലിക്കും വേഗത്തിൽ റൺസ് നേടാനുള്ള കഴിവിലും പേരുകേട്ട ബ്രൂക്ക് നിർണായകമായ സൂപ്പർ 8 മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിന് ഒരു പ്രധാന താരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാറ്റിംഗ് നിരയ്ക്ക് സ്ഥിരതയും ഒപ്പം റൺസ് കണ്ടെത്താനുള്ള വേഗതയും നൽകാൻ ഹാരി ബ്രൂക്ക് ഒരു പ്രധാന പങ്കുവഹിക്കും. സെമി ഫൈനലിൽ സ്ഥാനമുറപ്പിക്കാൻ ലക്ഷ്യമിടുമ്പോൾ ടീമിന്റെ തന്ത്രങ്ങളും ഓരോ കളിക്കാരന്റെയും വ്യക്തിഗത പ്രകടനങ്ങളും ഇംഗ്ലണ്ടിന് നിർണായകമാകും. 2026 T20 ലോകകപ്പിൽ ഗ്രൂപ്പ് എയിൽ നിന്നാണ് പാകിസ്ഥാൻ ടൂർണമെന്റിലേക്ക് കടന്നുവന്നത്. ചിരവൈരികളായ ഇന്ത്യ, നെതർലൻഡ്സ്, നമീബിയ, USA ടീമുകൾക്കൊപ്പമായിരുന്നു അവർ ഗ്രൂപ്പിൽ. ടൂർണമെന്റിന്റെ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ കാണിച്ച പോരാട്ടവീര്യവും തന്ത്രപരമായ കളിയുമെല്ലാം സൂപ്പർ 8-ലേക്കുള്ള അവരുടെ മുന്നേറ്റത്തിൽ വ്യക്തമാണ്. 2009-ലെ T20 ലോകകപ്പ് ജേതാക്കളായ പാകിസ്ഥാൻ ഇത്തവണയും കിരീടം ലക്ഷ്യമിട്ടാണ് കളിക്കുന്നത്. പാകിസ്ഥാന്റെ കാര്യത്തിൽ ശ്രദ്ധേയമായൊരു നീക്കം അവരുടെ ലോകകപ്പ് മത്സരങ്ങളെല്ലാം ശ്രീലങ്കയിൽ വെച്ച് കളിക്കാനുള്ള ICCയുമായുള്ള ധാരണയാണ്. ഇന്ത്യയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ചപ്പോൾ ഇന്ത്യ നിഷ്പക്ഷ വേദികളിൽ കളിച്ചത് നമ്മൾ മുൻപും കണ്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ, അതുപോലെയാണിത്. സാഹിബ്സാദ് ഫർഹാൻ, ഉസ്മാൻ താരിഖ് എന്നിവരെപ്പോലുള്ള യുവപ്രതിഭകളും ഇത്തവണത്തെ പാകിസ്ഥാൻ ടീമിലുണ്ട്. ഇരുവരെയും ടൂർണമെന്റിനുള്ള ഔദ്യോഗിക സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൂർണമെന്റിൽ പാകിസ്ഥാന് മുന്നോട്ടു പോകണമെങ്കിൽ ഇവരുടെ പ്രകടനം വളരെ നിർണായകമാകും. ICC പുരുഷന്മാരുടെ T20 ലോകകപ്പ് 2026 സൂപ്പർ 8 ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലണ്ടിനും പാകിസ്ഥാനും കാര്യങ്ങൾ ശരിക്കും കടുക്കും. ഈ പ്രധാനപ്പെട്ട കളികളിലെ അവരുടെ പ്രകടനമാണ് സെമിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതോടെ ആരാധകരും മുൾമുനയിലാകും, ഉറപ്പ്. പിന്നെ ഇംഗ്ലണ്ടും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റിലുള്ള ആ പഴയ പോരാട്ടങ്ങളുണ്ടല്ലോ, അത് ടൂർണമെന്റിന് വേറെയൊരു ആവേശം നൽകുന്നുണ്ട്. 2 ടീമുകളും ഈ പോക്ക് പോയാൽ നോക്കൌട്ട് റൗണ്ടുകളിൽ ഇവർ തമ്മിൽ ഒരു ഒന്നൊന്നര കളി വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതൊരു ഗംഭീര കാഴ്ചയായിരിക്കും. സെമി ഫൈനലുകൾ മാർച്ച് 4-നും 5-നും നടക്കും. അതിനുശേഷം മാർച്ച് 8-ന് നടക്കുന്ന ഗംഭീര ഫൈനലോടെ 10ാമത്തെ T20 ലോകകപ്പ് ചാമ്പ്യനെ നമുക്ക് കിട്ടും. സൂപ്പർ 8-ലൂടെയുള്ള അവരുടെ ഈ യാത്ര ഓരോ ടീമിന്റെയും കഴിവും പോരാട്ടവീര്യവും വിളിച്ചുപറയുന്നതാണ്. ഈ ലോക ക്രിക്കറ്റ് മാമാങ്കത്തിൽ തങ്ങളുടേതായ ഒരിടം കണ്ടെത്താൻ എല്ലാവരും കട്ടക്ക് നിൽക്കുകയാണ്.